ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുക്ക് ആൻഡ് വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് മെറ്റീരിയൽസ് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ടോപ്പുകളിലോ അതുപോലെ തന്നെ പ്ലെയിൻ മെറ്റീരിയലിലോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ അനുസരിച്ചും അതുപോലെ തന്നെ വർക്ക് അനുസരിച്ചിട്ടാണ് പൈസ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് പൈസ വരും. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് കുറച്ച് ടൈം എടുത്താലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, എസ്പെഷ്യലി നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് അത്യാവശ്യം വേണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ മിസ്സായിട്ടുണ്ട്. എങ്കിലും ഞാൻ അത്യാവശ്യം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ എന്തൊക്കെ വേണം, അവർക്ക് മെറ്റീരിയൽസ് പരിചയമില്ല. അപ്പോൾ അവർക്ക് അതൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലൊരു ഫ്രെയിമാണ്. ഈ ഫ്രെയിം എന്ന് പറഞ്ഞാൽ 2 വട്ടം ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ഉള്ളിലും ഒന്ന് പുറത്തായിട്ടാണ്, ഇതുപോലെ 2 ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ 2 ഇടയിലായിട്ടാണ് നമ്മൾ തുണി വെക്കുന്നത്. അപ്പം ഇത് കുറച്ച് വലുപ്പമുള്ള ഒരു ഫ്രെയിമാണ്. ഇത് ഏകദേശം 12 ഇഞ്ചാണ് ഇതിൻ്റെ ഡയമീറ്റർ പറയുന്നത്. അപ്പോൾ നോക്കുമ്പോൾ കണ്ടോ, ഇതുപോലെ 12 ഇഞ്ചാണ് വരുന്നത്. ഈ ഒരു സ്കെയിൽ 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വലുതാണ്. നമുക്ക് സാരി അതുപോലെ തന്നെ മെറ്റീരിയൽ കുറച്ചധികം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ 12 ഇഞ്ചുള്ള ഫ്രെയിം യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ നമ്മൾ ലോക്ക് ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ ഇത് നമുക്ക് ലൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ആദ്യം തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഇതിനുള്ളിലത്തെ ഫ്രെയിമിൻ്റെ ഡയമീറ്റർ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ആദ്യം എടുത്തിട്ട് ഇത് നമ്മൾ തുണിയുടെ താഴെയാണ് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ തുണി ഇതിൻ്റെ മുകളിലിട്ടതിന് ശേഷം ഇത് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായി വെച്ചിട്ട് നമ്മൾ ചുളിവൊക്കെ മാറ്റിയിട്ട് പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഫ്രെയിമിൻ്റെ ഇടയിലായിട്ടാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 12 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ ഇത് പല സൈസിൽ വരുന്നുണ്ട്. 10 ഇഞ്ചിൻ്റെ വരുന്നുണ്ട്, 8 ഇഞ്ചിൻ്റെ, 6 ഇഞ്ചിൻ്റെ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ ചെറുതാണ്, ഇതൊരു 6 ഇഞ്ചാണ് വരുന്നത്. സാധാരണ നമുക്ക് വേണ്ടത് ഒരു 8 ഇഞ്ചിൻ്റെയാണ് വേണ്ടത്. 8 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 10 ഇഞ്ച്. നമുക്ക് കൂടുതലും ചെയ്യാൻ എളുപ്പം ഒരു 8 ഇഞ്ചിൻ്റെ വെച്ചിട്ട് ചെയ്യാണ്. നമ്മൾ ചുരിദാറിനൊക്കെ ചെയ്യാൻ നമുക്ക് ഒരു 8 ഇഞ്ചിൻ്റെയാണ് സാധാരണ നമുക്ക് വേണ്ടത്. ഇത് 6 ഇഞ്ചിൻ്റെയാണ്. ഇതാകുമ്പോൾ നമുക്ക് സ്ലീവ്സിലൊക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ഇപ്പം സ്ലീവ്സ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഏരിയ ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് ചെറിയ ഫ്രെയിമാണ് നല്ലത്. അപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ ഫ്രെയിം എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്ലീവ്സിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ 6 ഇഞ്ചാണെങ്കിൽ 8 ഇഞ്ചാകുമ്പോൾ കുറച്ചും കൂടി റൗണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ 10 ഇഞ്ച് വരും. പിന്നെ ഇതാണ് 12 ഇഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇപ്പോൾ കാണിക്കാൻ എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് നോക്കിയപ്പോൾ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ 2 ഫ്രെയിം വെച്ച് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് ത്രെഡ്. അപ്പോൾ ത്രെഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ആങ്കർ ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് 4 രൂപയാണ് വില വരുന്നത്. ഇതൊരു ബോക്സ് ആയിട്ട് വാങ്ങിച്ചതാണ്. ഇത് പണ്ട് എൻ്റെ ഉള്ളതായിരുന്നു. അപ്പോൾ നമ്മളിതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ കൂടുതലും ആങ്കർ കമ്പനിയുടെ ഒരു 8 രൂപ 10 രൂപ വിലകളാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ക്വാളിറ്റി കുറഞ്ഞതാണ്. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ കാണിക്കാൻ എൻ്റെ കയ്യിൽ ഇപ്പം നല്ലതായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ ഇത് വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ആങ്കർ ത്രെഡ് വരുന്നത്. അപ്പോൾ ഇതിന് നീളം വരുന്നൊരു 8 മീറ്ററാണ് ഇതിന് നീളം വരുന്നത്. ഇതുപോലെ 6 ഇഴയാണ് ഇതിൽ ഒരു ത്രെഡിന് വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് മുഴുവനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 4 ഇഴയാണെങ്കിൽ 4 ഇഴ വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 എടുത്ത് മാറ്റിയാൽ മതി. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കെട്ടുവരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നല്ലത് ഇത് ആസ് സച്ച് ഇത് യൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 8 മീറ്ററാണ് ഒരെണ്ണത്തിൽ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് 90 രൂപയ്ക്ക് എങ്ങാണ്ടാണ് കിട്ടിയത്. അത് ഹോൾസെയിലായിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇതിൻ്റെ MRP വരുന്നത് 150 വരുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ 4 റോയ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ റോയും പിന്നെ ഇതിൻ്റെ താഴത്തെ റോയും സെയിം കളേഴ്സാണ് വരുന്നത്. മിഡിലിൽ 2 എണ്ണവും ഒരേപോലെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു കളറ് 2 പീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആങ്കർ ത്രെഡിൻ്റെ വരുന്നത്. പിന്നെ നമുക്ക് നല്ല ത്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ ആങ്കർ കമ്പനിയുടെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതാകുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടായിരിക്കും ഈ ഒരു ത്രെഡിന്. അപ്പോൾ ഇതിന് ഒരു പീസിന് 8 രൂപ 10 രൂപയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിയേഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ നല്ലതാണ്. ഇപ്പോൾ ആങ്കറിൻ്റെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെ ഒരുപാട് എണ്ണമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എല്ലാ കളേഴ്സും ഇതിലവർ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പേൾ കോട്ടൻ്റെ ത്രെഡ്. അപ്പോൾ ഇത് നമ്മുടെ ആങ്കർ കമ്പനിയുടെ തന്നെയാണ്, ഇവിടെ എഴുതിയിട്ടുണ്ട് ആങ്കർ. അപ്പം ഇതിന് വില വരുന്നത് MRP വരുന്നത് 35 രൂപയാണ്. നമുക്ക് ഹോൾസെയിലായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ 26 രൂപ 25 രൂപയ്ക്കൊക്കെ കിട്ടും.
ഇതിന് കട്ടി കുറച്ച് കുറവാണ്. അപ്പം നമ്മൾ ആങ്കർ ത്രെഡ് നമ്മൾ ഒരു ലെയർ യൂസ് ചെയ്യുന്നതിന് പകരം ഇതാവുമ്പോൾ നമുക്ക് 2 ലെയർ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷെ കുറച്ചും കൂടിയും ക്വാളിറ്റിയും കൂടുതലാണ്, അതുപോലെ തന്നെ കാണാനും ഭംഗിയുണ്ട് ഈ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. ഇതും പേൾ കോട്ടൺ തന്നെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് നീഡിൽസ് വേണം. നീഡിൽസ് വരുമ്പോൾ നമുക്ക് പലതരം നീഡിൽസ് ഉണ്ട്. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ എംബ്രോയിഡറി നീഡിൽ എന്ന് പറയുന്നത്. ഇതാണ്. അപ്പോൾ ഇത് കുറച്ച് തടിയുള്ള ഒരു നീഡിലാണ്. പിന്നെ ഇതിൻ്റെ അറ്റത്ത് നല്ല കൂർത്തതായിരിക്കും. പിന്നെ ഈ ഹോൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി വലുതായിരിക്കും. നമ്മൾ സാധാരണ തുന്നുന്ന സൂചിയേക്കാളും വലിയ ഹോളായിരിക്കും. കാരണം നമുക്ക് ഈ ഒരു ആങ്കർ ത്രെഡൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ കയറ്റാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലുപ്പമുണ്ടായിരിക്കും ഇതിൻ്റെ ഹോളിന്. പിന്നെ ഇതിൻ്റെ ടിപ്പാണെങ്കിൽ നല്ല ഷാർപ്പായിരിക്കും, കുറച്ച് തടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എംബ്രോയിഡറി നീഡിൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇത് വരുന്നത്, ഇത് റിബൺ എംബ്രോയിഡറി നീഡിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ടിപ്പ് നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ഷാർപ്പല്ല, കുറച്ച് ബ്ലെൻഡൻ്റ് ആണ്. അപ്പം നമുക്ക് റിബൺ കയറണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ തുണിയിൽ നമ്മൾ നൂല് കയറ്റുന്ന പോലെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അത്രയും ഷാർപ്പല്ലാത്തത്. ഇവിടെ നല്ല വീതി ഉണ്ടായിരിക്കും, ഈ ഒരു ഹോളിന് നല്ല വീതി ഉണ്ടായിരിക്കും. കാരണം ഇതിൽ നമുക്ക് റിബൺ കയറ്റാനുള്ള, റിബൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലത്തെ നമ്മുടെ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു നീഡിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടും റിബൺ എംബ്രോയിഡറി നീഡിലാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടിയും ഉരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ കുറച്ചും കൂടി ഒന്ന് ഷാർപ്പാണ്. എങ്കിലും നമ്മൾ സാധാരണ നമ്മുടെ എംബ്രോയിഡറി നീഡിൽ അത്രയ്ക്കും ഷാർപ്പല്ല. എംബ്രോയിഡറി നീഡ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ തുന്നുന്ന സൂചിയുടെ പോലെ തന്നെ ഷാർപ്പായിരിക്കും. പക്ഷേ ഇവിടെ ഹോള് കുറച്ചും കൂടിയും വലുതായിരിക്കും. പിന്നെ നമ്മൾ സർദോസി അതുപോലെ തന്നെ നമ്മുടെ 2 ബീഡ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ നീഡിൽ യൂസ് ചെയ്യുന്നത്. ഈ നീഡിൽ വരുമ്പോൾ ഈ നീഡിലിന് ഭയങ്കര കനം കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ ഹോള് ചെറുതായിരിക്കും. ഈ ഒരു നീഡിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഇതിൻ്റെ ഈ ഒരു ഹോളിൻ്റെ അടുത്ത് ഒരു കോപ്പർ കളർ വരുന്നുണ്ട്, ഒരു ചെമ്പിൻ്റെ ഒക്കെ പോലത്തെ ഒരു കളർ വരുന്നുണ്ട്, ഒരു ഗോൾഡൻ കളർ പോലെ വരുന്നുണ്ട് ഈ ഒരു നീഡിലിന്. നമ്മൾ ഇവിടെ സിൽവർ കളറും ഇവിടെ ഒരു ഗോൾഡൻ കളറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇതിലൂടെ എങ്ങനെ വന്നാലും നമ്മുടെ 2 ബീഡ്സും അതുപോലെ തന്നെ സർദോസി, ബുളിയൻ വയർ ഇതെല്ലാം ഇതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് നമുക്ക് മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ മാർക്കർ വേണം. അപ്പോൾ ഇതാണ് മാർക്കർ വരുന്നത്. അപ്പോൾ ഇതുപോലെ 10 പീസാണ് ഒരു ബോക്സിൽ വരുന്നത്. നമുക്ക് ലൂസായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിന് MRP വരുന്നത് 30 രൂപയാണ്, 10 എണ്ണത്തിന് 30 രൂപ. അപ്പോൾ നമുക്കൊരു 20 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ ഒരെണ്ണത്തിന് 2 രൂപ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ തുണിയിൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലത്തെ പെൻസിൽസ് യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിൽ നമുക്ക് വൈറ്റ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഷാർപ്പായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വരച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് അമർത്തി വരയ്ക്കരുത് ഈ ഒരു പെൻസിൽ. കാരണം ഒരുപാട് അമർത്തി വരച്ചാൽ ഇത് മാഞ്ഞു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമ്മൾ മറ്റേ ചോക്ക് കൊണ്ട് വരച്ചാണെങ്കിൽ പെട്ടെന്ന് മാഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് വൈറ്റും യെല്ലോ ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഒരു വൈറ്റ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് അമർത്തി വരയ്ക്കരുതെന്ന് മാത്രം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു മെഷറിംഗ് ടേപ്പും ഒരു സ്കെയിലും. അപ്പോൾ മെഷറിംഗ് ടേപ്പ് നമുക്ക് എന്തെങ്കിലും മെഷർമെൻ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷറിംഗ് ടേപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്കെയിൽ മസ്റ്റൊന്നുമില്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രേറ്റ് ലൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഒരു സ്കെയിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് സിസേഴ്സ് ആണ്. സിസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എംബ്രോയിഡറി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഇതുപോലത്തെ ഒരു സിസേഴ്സ് ആണ്. ഇതിന് ഒരുപാട് വിലയൊന്നുമില്ല, ഒരു 50 രൂപയിൽ താഴെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സാധാരണ നമ്മുടെ സിസേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ തുണി കട്ട് ചെയ്യുന്ന ഈ ഒരു സിസേഴ്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇതുപോലത്തെ ഒരു സിസേഴ്സും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ പിടി പ്ലാസ്റ്റിക്കിൻ്റെ വരുന്ന സിസേഴ്സ് യൂസ് ചെയ്യാം. പക്ഷെ അത് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നല്ലത് തുണി കട്ട് ചെയ്യാനൊക്കെ നല്ലത് എപ്പോഴും ഇതുപോലത്തെ സിസേഴ്സാണ്. ഇതിന് ഏകദേശം ഒരു 400 രൂപയ്ക്കാണ് വില വരുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളതാണ്, ഇത്ര വലുപ്പം വേണമെന്നില്ല. അടുത്തായിട്ട് നമുക്ക് വേണ്ട ഒരു സംഭവമാണ് ഇതുപോലെ നമുക്ക് കാർബൺ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേപ്പർ. അപ്പോൾ ഇത് യെല്ലോ കാർബൺ ആണ്. അതുപോലെ തന്നെ ഇത്
വൈറ്റ് കാർബൺ ആണ്. അപ്പോൾ നമ്മൾ ഡാർക്ക് ആയിട്ടുള്ള നമ്മൾ കാർബൺ പേപ്പറാണ് നമ്മൾ കൂടുതലും കാണുന്നത്, ബ്ലാക്കും അതുപോലെ തന്നെ ബ്ലൂവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡ്രസ്സിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വൈറ്റോ അല്ലെങ്കിൽ യെല്ലോ കാർബൺ പേപ്പറൊക്കെ വേണം. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സെറ്റ് മുണ്ടിൽ അതുപോലെ തന്നെ സെറ്റ് സാരികളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു യെല്ലോ ഇതുപോലത്തെ യെല്ലോ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു യെല്ലോ കളറായിട്ടാണ് വരിക. പിന്നെ ഇത് വൈറ്റ് ആകുമ്പോൾ വൈറ്റ് കളറിൽ വരും. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതിങ്ങനെ വെക്കുക, അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ വൈറ്റ് കളറിൽ വരും. സി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു യെല്ലോ പേപ്പർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ യെല്ലോ കളറിലും കിട്ടും. അപ്പോൾ നമുക്കൊരു ഡിസൈനൊക്കെ നമ്മൾ ട്രേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനാണെങ്കിൽ ഇതുപോലത്തെ കാർബൺ പേപ്പർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തുണിയിൽ ഒരുപാട് അങ്ങനെ കളറൊന്നും വരില്ല. ഓക്കെ. പിന്നെ നമ്മൾ ത്രെഡ് മാത്രമല്ലാതെ നമുക്ക് കുറച്ച് ഡിസൈനിങ് മെറ്റീരിയൽസും ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. ത്രെഡ് ഒഴികെ നമുക്ക് വേറെയും കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ഡിസൈനിങ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് 2 ബീഡ്സ് ആണ് വരുന്നത്. ഇതൊരു സിൽവർ കളറിലുള്ള 2 ബീഡ്സ് ആണ്. പിന്നെ ഇത് വരുന്നത് മൾട്ടി കളറായിട്ടുള്ള 2 ബീഡ്സ് ആണ് വരുന്നത്. ഇതുപോലെ പൈപ്പ് പോലെ ഇങ്ങനെ ഇരിക്കും. ഇതിന് നമുക്ക് സൈസും അതുപോലെ തന്നെ ലെങ്ത്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് രണ്ടും തന്നെ ഡിഫറൻസ് കണ്ടില്ലേ? അതുപോലെ നമുക്ക് പല ടൈപ്പിൽ നമുക്ക് ഇത് കിട്ടും. പിന്നെ ഇത് വരുന്നത് കുന്തനാണ്. ഇതും ഇപ്പോൾ നമുക്ക് പല ഷേപ്പിലും പല കളറിലും കിട്ടും. ഇത് കുന്തനാണ്, ഇതും കുന്തനാണ്. ഇതൊരു ഗോൾഡൻ ഷെയ്ഡ്, ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ മിററാണ് വരുന്നത്. പിന്നെ നമുക്ക് ബീഡ്സ്, ഇതുപോലെ ബീഡ്സ് നമുക്ക് കിട്ടും പല കളറിലുള്ളത്. ഇത് നോർമൽ ബീഡ്സ് ആണ്, ഗോൾഡൻ കളർ ബീഡ്സ്. ഇതാണ് ഹാഫ് ബീഡ്സ് വരുന്നത്. അപ്പോൾ ഇത് ഹാഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് വരുന്ന ഷുഗർ ബീഡ്സ് ആണ്. ഇതൊരു മൾട്ടി കളർ ആയിട്ടുള്ള ഷുഗർ ബീഡ്സ് ആണ്. ഇതും ഷുഗർ ബീഡ്സ് ആണ്, റെഡ് കളറിലുള്ളത്. ഇതും ഷുഗർ ബീഡ്സ് ആണ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ സ്ക്വയർ ആയിട്ടുള്ള ബീഡ്സ് കിട്ടും. സാധാരണ നമ്മൾ റൗണ്ട് ഷേപ്പ് അല്ല കാണുന്നത്, ഇതുപോലെ റൗണ്ട് ഷേപ്പാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഷേപ്പ് ഒരു വ്യത്യാസമുണ്ട്. ഒരു സ്ക്വയർ ടൈപ്പ് പോലത്തെ ഒരു ബീഡ്സ് ആണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു സംഭവം, ഇതാണ് ബോൾ ചെയിൻ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര കനം കുറഞ്ഞ ഗോൾഡൻ ബീഡ്സ് പോലെയാണ് ഇരിക്കുന്നത്. ഇതൊരു ചെയിനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ ബോൾ ചെയിൻ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് മീറ്ററായിട്ടാണ് നമുക്ക് മുറിച്ച് വാങ്ങിക്കാൻ സാധിക്കും. ഇത് നമുക്ക് ബോർഡറൊക്കെ വെക്കാൻ നല്ല എളുപ്പമാണ്. ഇത് നമ്മളങ്ങനെ ഒട്ടിച്ചാലും മതി. ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ബോർഡർ പോലെയൊക്കെ ചെയ്യാൻ നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റോൺ ചെയിൻ വരുന്നത്. ഇതും ഒരു ചെയിൻ തന്നെയാണ്. ഇത് നമുക്കിങ്ങനെ 1/2 മീറ്റർ 1 മീറ്റർ 2 മീറ്റർ അങ്ങനെ നമുക്ക് മുറിച്ച് വാങ്ങിക്കാൻ സാധിക്കും. സ്റ്റോൺ ചെയിൻ നമുക്ക് ഒട്ടിച്ചാൽ മാത്രം പോരാ, കാരണം ഇത് കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്കിത് തുന്നി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫ്ലവറിൻ്റെ ഒക്കെ പെറ്റൽ പോലെ ആ ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ വെച്ചിട്ട് നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും ഫില്ല് ചെയ്യാം. ഇതുപോലെ ഒരു പെറ്റൽ പോലെ നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ട് ഫില്ല് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ ഇതാണ് സർദോസി പറയുന്നത്. ഇതൊരു നമ്മുടെ സാൻഡലിൻ്റെ കളറാണ്, ഒരു ചന്ദന കളർ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പല ഷെയ്ഡ് വരുന്നുണ്ട്. ഗോൾഡൻ വരുന്നുണ്ട്, പിന്നെ ആൻറ്റിക്കൊക്കെ വരുന്നുണ്ട്. ഇതാണ് സീക്വൻസ് വരുന്നത്. ഇതുപോലെ ഇങ്ങനെ ഷെല്ല് പോലെ വരുന്നത്. പിന്നെ ഇതുപോലെ നമുക്ക് സീക്വൻസ് പോലെ തന്നെ ഒട്ടിച്ച് വയ്ക്കാവുന്ന സംഭവങ്ങളുണ്ട്. ഇതൊക്കെ 25 രൂപ 35 രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഓരോ പാക്കറ്റിന് വരുന്നത്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ മിറർ ഫ്രെയിമാണ്. ഇതുപോലെ ഇതിന് ഒരെണ്ണത്തിന് 1 രൂപയ്ക്കാണ് വില വരുന്നത്. ഇതും സീക്വൻസ് ആണ്, ഒരു പിങ്ക് കളറിലുള്ളത്. അതുപോലെ തന്നെ ഇതും സീക്വൻസ് ആണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഇത് ഫ്ലാറ്റ് ആയിട്ടാണ്, ഇതാകുമ്പോൾ കുറച്ചൊരു കുഴിയുള്ള ടൈപ്പാണ്. ഈ ഒരു ബ്ലാക്ക് പോലത്തെ വരുന്നത്. ഓക്കെ. പിന്നെ ഇതും സീക്വൻസ് തന്നെയാണ്, ഒരു കുഴിയുള്ള ടൈപ്പാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷുഗർ ബീഡ്സ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയിലിരിക്കും. പിന്നെ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഫ് ബീഡ്സ് ആണ് വരുന്നത്. പിന്നെ ഇത് ബീഡ്സ് കുറച്ച് വലുപ്പമുള്ള ബീഡ്സ് ആണ്. ഇതൊക്കെ സൈസിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കിട്ടും. പിന്നെ ഇത് നമ്മുടെ സർദോസിയാണ്. സർദോസി നമുക്കിങ്ങനെ പാക്കറ്റായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഞങ്ങൾ ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിൽ ഇത് രണ്ടും കൂടി കട്ട പിടിച്ചു. ഇത് ബുളിയൻ വയറും ഉണ്ട്, അതുപോലെ തന്നെ സർദോസി ഇത് വരുന്നുണ്ട്.
അപ്പോൾ നമ്മളിത് സൂക്ഷിച്ച് വേണം നമ്മളിത് എടുക്കാനൊക്കെ ആയിട്ട്. എപ്പോഴും സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് നല്ലത്. പക്ഷെ ഇത് പെട്ടെന്ന് അബദ്ധത്തിൽ അങ്ങനെ ഒരുമിച്ചായിപ്പോയി. അപ്പോൾ ഇതാണ് ബുളിയൻ വയർ വരുന്നത്. ഇതിങ്ങനെ സ്പ്രിങ് പോലെയാണ്. അപ്പോൾ ഇതിങ്ങനെ വലിച്ചാൽ ഇതിങ്ങനെ വലിഞ്ഞു പോവും. പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ അമർത്തി ഇങ്ങനെ കൊണ്ടുവന്നാലും നമുക്കത് ശരിയായി വരണമെന്നില്ല. നമ്മൾ വീണ്ടും ഇങ്ങനെ അമർത്തി കൊടുത്താലേ ജസ്റ്റ് ഒന്ന് വരുന്നു മാത്രം. പക്ഷേ എങ്കിൽ ആ ഒരു പഴയൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ സർദോസിയാണ് ഇത് വരുന്നത്. ഇതൊരു ആൻറ്റിക് ഷെയ്ഡാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു സാൻഡലിൻ്റെ കളറായിരുന്നു. അപ്പോൾ ഇതൊരു ആൻറ്റിക് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്കിങ്ങനെ പാക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക. ബുളിയൻ വയറും അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഓരോരോ പീസസ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഒരു പീസിന് 9 രൂപ എങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ സീക്വൻസ് പോലെ ഇങ്ങനെ വാങ്ങിക്കാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റോണാണ് വരുന്നത്. ഇതും നമ്മൾ അതുപോലെ വാങ്ങിച്ചൊരു ടൈപ്പാണ്, ഇങ്ങനെ സീക്വൻസ് പോലെ. ഇത് ഒരെണ്ണത്തിന് 2 രൂപ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. ഇതിനും അതുപോലെ തന്നെയാണ് വരുന്നത്. ഓരോ പീസിനാണ് ഇതിൻ്റെ വില വരുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ പാച്ച് വർക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് ഒരെണ്ണത്തിന് വരുന്നത് 45 രൂപയാണ് ഈ ഒരു പാച്ച് വർക്കിന്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്ര ഏരിയ ആണ് ഇത് നോക്കിയിട്ടാണ് ഇതിനൊക്കെ വില വരുന്നത്. അപ്പോൾ ഒരുപാട് വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം റേറ്റ് വരും. പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതുപോലെ ഫാബ്രിക് പെയിൻറ്റ്. അപ്പോൾ നമ്മൾ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ഷോപ്പിലും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് അത്യാവശ്യമൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം കുന്തൻ ഇതുപോലെ കുന്തനൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ മിറേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. മിറർ ഫ്രെയിം നമുക്ക് ഒട്ടിക്കാം. പിന്നെ ഈ ഒരു ടൈപ്പ് സീക്വൻസ് ഒക്കെ നമുക്ക് ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വലിയ ബോട്ടിലും ചെറിയ ബോട്ടിലൊക്കെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ഷോപ്പിലും കിട്ടാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതുപോലത്തെ ലിക്വിഡ് എംബ്രോയിഡറീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതുപോലെ വരും. അപ്പോൾ ഇത് വെച്ച് നമ്മൾ പ്രസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ വരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഒന്ന് ഉണങ്ങിയെടുക്കാനായിട്ട്. പക്ഷേ എങ്കിലും നല്ലതാണ്. നമുക്ക് ഒരു എംബ്രോയിഡറി ചെയ്തെടുക്കുന്ന അത്രയും സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിന് മുകളിലൂടെ ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് വില വരുന്നത് MRP വരുന്നത് 25 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. ബ്ലാക്ക് ആണ് ഇത് വരുന്നത്. അപ്പോൾ ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ തന്നെ ഗ്ലിറ്റേഴ്സ് ഉള്ളതും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ പാച്ച് വർക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് ഒരെണ്ണത്തിന് വരുന്നത് 45 രൂപയാണ് ഈ ഒരു പാച്ച് വർക്കിന്. അപ്പോൾ ഇതിൻ്റെ എത്ര ഏരിയ ആണ് ഇത് നോക്കിയിട്ടാണ് ഇതിനൊക്കെ വില വരുന്നത്. അപ്പോൾ ഒരുപാട് വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം റേറ്റ് വരും. പിന്നെ ഇതുപോലെ നമുക്കിങ്ങനെ ലേസ് വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ മീറ്ററിന് 20 രൂപ ആ ഒരു റേറ്റേ വരുന്നുള്ളൂ. ഇത് വീതി കുറഞ്ഞ ടൈപ്പാണ്. ഇതിന് വരുന്നത് 30 രൂപയാണ്. അപ്പോൾ ആ ഒരു റേറ്റേ വരുന്നുള്ളൂ. പിന്നെ ഇതുപോലെ നമ്മൾ മൊത്തം വാങ്ങിക്കുകയാണെങ്കിൽ ഇതൊരു 20 മീറ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിനെ മൊത്തമായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെയൊക്കെയാണ് ഈ ലേസസ് വരുന്നത്. അപ്പോൾ ഒരുപാട് വിലയുള്ള ലേസസ് ഉണ്ട്. നമ്മൾ സ്റ്റോൺ വർക്കും ബീഡ്സ് ഉള്ളതും. അപ്പോൾ അതനുസരിച്ച് വില കൂടി വരും. മീറ്ററിന് 300 രൂപ ആ ഒരു റേറ്റ് വരുന്നതൊക്കെ ഉണ്ട്. 400-500 രൂപയൊക്കെ മീറ്ററിന് വരുന്ന ലേസസും ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് മാത്രം മതി. അപ്പോൾ ഇതിന് വില വരുന്നത് 25 രൂപയ്ക്കാണ് വില വരുന്നത്. ഇത് നല്ല ബ്രഷാണ്, നമ്മുടെ ക്യാമലിൻ്റെയാണ്. അപ്പോൾ ക്യാമലിൻ്റെ നല്ലൊരു ബ്രഷ് വാങ്ങിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബ്രഷ് മാത്രം മതി നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് കളേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് ഇതുപോലെ നമുക്ക് അക്രൈലിക് കളേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇതിന് വില വരുന്നത് 20 രൂപ 18 രൂപ ആ ഒരു റേഞ്ചിലാണ്. പിന്നെ നമുക്ക് മെറ്റാലിക് കളേഴ്സ് കിട്ടും. ഇതിപ്പോൾ ഒരു ഗോൾഡൻ്റെ മെറ്റാലിക് കളറാണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്ലൈസിങ് ഉണ്ടായിരിക്കും, ഒരു ഗ്ലോ കിട്ടും. പിന്നെ ഇത് തന്നെ നമുക്ക് പല ഷെയ്ഡിലും ഉണ്ട്. നമുക്ക് സിൽവർ കിട്ടും. ഒരുപാട് ഷെയ്ഡിൽ ഇത് വരുന്നുണ്ട്.